അതെന്താ വെച്ചാൽ അവൻ റെജി ലൂക്കോസ് ജനപ്രതിനിധികളാണ്. പാർലമെന്റിൽ മലയാളത്തിൽ സംസാരിക്കാം, പക്ഷേ റഹീം അത് പലപ്പോഴും ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ച് അത് വഷളാക്കുന്ന കാണാറുണ്ട്. അത് കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്, പരിഹസിക്കാൻ തോന്നാറില്ല റഹീമിനെ. എൻ്റെയും നല്ലൊരു സുഹൃത്താണ് റഹീം, അദ്ദേഹത്തെ പരിഹസിക്കാൻ ഒരിക്കലും തോന്നാറില്ല. പക്ഷെ അദ്ദേഹം അത് പഠിക്കേണ്ടതല്ലേ ഈ വീഴ്ചയിൽ നിന്ന്? ഇങ്ങനെ കളിയാക്കലുകൾ സ്വയം ഏറ്റുവാങ്ങുമ്പോഴുള്ള പ്രശ്നം, അത് മാത്രമല്ല ഉള്ളടക്കത്തിലും ആ ഒരു നിങ്ങൾക്ക് എത്ര കൈയടക്കം സമയം വേണമെന്നേ? വെക്കേണ്ടതല്ലേ ശ്രീ റെജി ലൂക്കോസ്? ഒരു 2 മാസം പോലും വേണ്ട. എന്നോടാ ചോദ്യം? അതെ അതെ റെജി. വളരെ വൈകിയാണ് എനിക്ക് ചോദ്യം. ശരി. സാരമില്ല. ഈ ചർച്ചപ്പെടുന്ന രണ്ട് ബഹുമാനപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കുന്നവർ എനിക്ക് വളരെ പ്രിയപ്പെട്ടവർ, എനിക്ക് വളരെ ഇഷ്ടമുള്ളവർ രണ്ടുപേരും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നിപ്പോ റഹീം എന്ന് പറഞ്ഞ MP എന്തിന്റെ പേരിലാണ് ബാംഗ്ലൂർ ലാൻഡ് ചെയ്തത്? ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് കേവലം കിലോമീറ്റർ അപ്പുറമുള്ള 5 ഏക്കർ സ്ഥലത്ത് താമസിക്കുന്ന ഏതാണ്ട് 180ഓളം വരുന്ന കുടുംബങ്ങൾ. അതിൽ 76% മുസ്ലിം കുടുംബങ്ങളും ബാക്കിയുള്ള ഹരിജനങ്ങളും ഒരു ക്രിസ്ത്യൻ കുടുംബവും. അതിന്റെ ഡേറ്റ കംപ്ലീറ്റ് പുറത്തു വന്നത് കർണാടക സർക്കാർ ഔദ്യോഗികമായിട്ട് പുറത്തിറക്കി കഴിഞ്ഞു. അവരുടെ ഇനിയിപ്പോ ഇവരെന്തെല്ലാം പറഞ്ഞത്, അവരെ പുലർച്ചെ 4 മണിക്ക് അവിടെ വന്ന് വെളുപ്പിനെ 4 മണിക്ക് ബുൾഡോസറുമായിട്ട് വന്ന് ആ കുടുംബങ്ങളുടെ മുഴുവനും ഗർഭിണികളും കുഞ്ഞുങ്ങളും വൃദ്ധരും അടങ്ങുന്നവരെ ആ കൊടും തണുപ്പത്ത് നിരാലംബരായിക്കൊണ്ട് ഇത് മുഴുവൻ ബുൾഡോസറോട് ഇടിച്ചു നിരത്തി. ഉത്തർപ്രദേശിൽ കാണുന്നവർ തന്നെ തനിയാവർത്തനം. ഈ ബുൾഡോസർ രാജിനെതിരെ പ്രസംഗിക്കുകയും രാജ്യവ്യാപകമായിട്ട് പലതവണ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ അവർ ഭരിക്കുന്ന കർണാടകയിൽ ഇതുപോലത്തെ ദുഷ്ടത്തരം ചെയ്തതിന്റെ ന്യായീകരണം എന്താണ്? അവർക്ക് നോട്ടീസ് കൊടുത്തു, അവർക്ക് കൃത്യമായിട്ട് ഇടപെടൽ നൽകി. ഇന്ത്യയിൽ അങ്ങനെ എവിടെയെല്ലാം ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അഹമ്മദാബാദ് മുംബൈ എക്സ്പ്രസ് ഹൈവേ, ഡൽഹി എക്സ്പ്രസ് ഹൈവേക്ക് സ്ഥലം വീതി കൂട്ടാൻ വേണ്ടിയിട്ട് പലരും തടസ്സം നിന്നപ്പോൾ 1689 ദേവാലയങ്ങൾ അദ്ദേഹം ഇടിച്ചു നിരത്തി. ആ ചങ്കുറ്റം കാണിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ദൈവവിരുദ്ധനായിട്ട് പറയാൻ പറ്റുമോ? വികസനത്തിന് വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ. പക്ഷെ ഇവിടെ നടന്നത് എന്താ? സ്ക്വയർ ഫീറ്റിന് 10,000 രൂപ വിലയുള്ള എയർപോർട്ടിനടുത്തുള്ള ഈ 5 ഏക്കർ സ്ഥലം അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് വേണ്ടി കർണാടക ഗവൺമെന്റ് ഈ പാവങ്ങളെ 2000ഓളം വരുന്ന മനുഷ്യരെ നിരാലംബരാക്കി തെരുവിറക്കി. കുഞ്ഞുങ്ങളുടെ സർട്ടിഫിക്കറ്റ് പോലും കിട്ടിയില്ല. അവരുടെ ജന്മാവകാശമായിട്ടുള്ള ഒരു ID മുഴുവൻ കവർന്നെടുത്തോണ്ട് പോയി. അതിനെതിരെ ഡിവൈഎഫ്ഐയുടെ ഈ രാജ്യത്തെ 22 സംസ്ഥാനങ്ങളിലും 8ഓളം വരുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രവർത്തിക്കാനായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ സ്വാതന്ത്ര്യമുള്ള ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതൃത്വം റഹീമിന്റെ നേതൃത്വത്തിൽ അവിടെ ചെന്ന് അവരെ ചേർത്തടച്ച് അവരുടെ ഭാഷയിൽ, അത് ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഭാഷയ്ക്ക് ഒരു പ്രത്യേക ലിപിയൊന്നുമില്ല. ഏത് രാജ്യത്ത് പോയാലും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഒരു മനുഷ്യന്റെ ഭാഷയുണ്ട്. ഞാനൊക്കെ നിരവധി രാജ്യങ്ങളിൽ പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. 2 വർഷങ്ങൾക്കും എത്യോപ്യ ഉള്ളതയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടുമുട്ടുന്ന മനുഷ്യര് അവരുടെ ഭാഷ എന്നാ നമുക്കറിയത്തില്ല. ആ ഭാഷയെ ഞങ്ങൾ സമ്പാദിക്കാറുണ്ട്, സ്നേഹത്തോടു കൂടി സമ്പാദിക്കും. ഞാൻ അതൊക്കെ മംഗളപത്രത്തിൽ എഴുതി എത്ര ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് മാത്രം ഇംഗ്ലീഷ് അറിയാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ലോകത്തിലെ 6 രാജ്യങ്ങളിലെ ഔദ്യോഗികമായിട്ട് ഇംഗ്ലീഷ് ഭാഷയുള്ളൂ. 6 രാജ്യങ്ങള്. ഈ 196 അങ്ങനെ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയില് 6 രാജ്യങ്ങളിലെ ഇതുള്ളൂ ഇംഗ്ലീഷ് ഭാഷ ഔദ്യോഗികമായിട്ടുള്ളൂ. നിങ്ങൾ ജർമ്മനിലോ ഫ്രാൻസിലോ സ്പെയിനിലോ എവിടെയും പോകും. ഓസ്ട്രേലിയയൊക്കെ പിന്നെ കുറച്ച് അഡ്വാൻസ് ആയതുകൊണ്ട് മാതൃഭാഷ അല്ലെങ്കിൽ അവർ ഇംഗ്ലീഷ് സംസാരിക്കും. കൂടുതൽ അവർ ജർമ്മനാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ജർമ്മനിൽ സംസാരിക്കുന്ന ഒറ്റ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ജർമ്മനി കാണാൻ പറ്റത്തില്ല. വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്ന ലോക നേതാവ് ഇംഗ്ലീഷ് അറിയത്തില്ല. അതേസമയം ഫ്രാൻസിലെയും ജർമ്മനിയിലെയും ജപ്പാനിലെയും പ്രധാനമന്ത്രിമാർ അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ സംസാരിക്കുള്ളൂ. എങ്ങോട്ടും പോകണ്ട. നിങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കൂ. നമ്മുടെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഈ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പോയി ലോക നേതാക്കളോട് സംവാദിക്കുന്നത്, അഭിമാനത്തോടുകൂടി സംസാരിക്കുന്നത്, ഞാൻ ആ വാക്ക് അന്തസ്സായിട്ട് ഉപയോഗിക്കുക, തങ്ങളുടെ രാജ്യത്തിന്റെ മാതൃഭാഷ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അല്ലെന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങൾ കാണുന്നൊക്കെ ട്രാൻസ്ലേറ്ററോട് പറയുന്ന അദ്ദേഹത്തിനെ ആ രീതിയിൽ നമ്മൾ ആരെങ്കിലും മോശക്കാരാക്കുവോ? ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യയിൽ 6 മാസക്കാരെ അദ്ദേഹം ഭരിച്ചോളൂ. ഭൂരിപക്ഷം കിട്ടാത്തതിൽ രാജിവെച്ചുപോയി. മാൽദ്വീപ്സിൽ നടന്ന ഒരു ലോക സമ്മേളനത്തിൽ ആദ്യമായിട്ട് ഹിന്ദിയിൽ ലോകത്തിന്റെ തലവന്മാരോടൊപ്പം പോയി ഹിന്ദിയിൽ സംസാരിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യനൊരു ഭാഷയാണ്. അതിനെ റഹീമിനെ ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും റഹീമിനെ തുടർച്ചയായിട്ട് ആക്ഷേപം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവനായി മാറുന്നു. ഇപ്പോൾ രാജ്യസഭയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളുടെ സമയത്ത് ഇതേ രീതിയിൽ തന്നെയാണ്. അതിന്റെ ആ ചൂട് ആറിയിട്ടില്ല, അതിന്റെ ആ ചൂട് കെട്ടടങ്ങിയിട്ടില്ല. അതിനു മുൻപ് തന്നെ ഇതാ വരുന്നു എഹലങ്കയിലും. അതെന്തുകൊണ്ട്? അത് റഹീമിന് പറ്റുന്ന വീഴ്ചയല്ലേ? റഹീമിന് പറ്റുന്ന വീഴ്ചയാണ്. കോൺഗ്രസ് സർക്കാർ ആയതുകൊണ്ട് മാത്രം അതിനെ പിന്തുണയ്ക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായ ഷാക്കിനെ ഓർത്ത് ഇനി ഞാൻ സഹതപിക്കുക. മനുഷ്യന്റെ വേദനകളും ദുഃഖങ്ങളും കേരളത്തിലും ഈ പറഞ്ഞ UP-യിലും കർണാടകയിലും ഒന്നും തന്നെയാണ്. ഷാക്കിറെ, നിങ്ങൾ അതിനെ ന്യായീകരിച്ച് അങ്ങേയറ്റം ആക്ഷേപകരമായി പോയി. ജാതി മതം നിങ്ങൾ പറയണ്ട. നാളെ നേരം വെളുക്കുമെന്ന് പുലർച്ചെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ വീട് ഇടിച്ചു നിരത്തി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹിതം തണുപ്പത്തേക്ക് തള്ളിവിട്ടാൽ ഷാക്കിറിന് വേദനിക്കുവോ?
അവന്റെ അടുത്ത് പോയി അവരെ ചേർത്ത് പിടിക്കുന്നവരെ നിങ്ങൾ ആക്ഷേപിക്കുന്നത് എന്ത് മനുഷ്യത്വമാണ്, എന്ത് മനുഷ്യത്വമാണ്? ഇനി ആ വീഡിയോയിലേക്ക് വരാം. ആ വീഡിയോയിൽ അദ്ദേഹം പതറുന്നുണ്ട്. ആദ്യം സ്വാഭാവികമാണ്. ഒരു മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹം നല്ല ഇംഗ്ലീഷിൽ പകർച്ച കഴിഞ്ഞപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരും കാണുന്നില്ലല്ലോ. ഇനി കേരളത്തിൽ നിന്ന് 18 UDF MP പോയിട്ടില്ലേ ഡൽഹിയിൽ? എത്ര പേര് മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും? അതുകൊണ്ടാണ് ദുഃഖിതരാണ്, മൗനികളായി പാർലമെന്റിൽ ഉറങ്ങുന്ന മാത്രം അവരുടെ 3 or 4 MP ഉള്ളൂ. ഞാൻ ഒരാളുടെ കാര്യം എടുത്തു പറയാം. രാഷ്ട്രീയപരമായി എതിർക്കുന്നുണ്ടെങ്കിലും ആദ്യത്തെ ഒരു മെമ്പറാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. വേറെ എത്ര പേര് പറയും? ധൈര്യത്തോടുകൂടി എഴുന്നേറ്റെന്ന് പറയത്തില്ല. മറ്റൊരു കാര്യമുണ്ട്, മികച്ച പാർലമെന്റേറിയനാണ് NK പ്രേമചന്ദ്രൻ. അദ്ദേഹം നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ തന്നെ അദ്ദേഹം സംസാരിക്കുകയും ചെയ്യും. അദ്ദേഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ചായ സൽക്കാരത്തിനിടെ അഭിനന്ദിക്കുകയും ചെയ്തതാണ്. പക്ഷേ അവിടെ ഈ പ്രേമചന്ദ്രനെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുമ്പോൾ അത് മറ്റൊരു രീതിയിൽ ആയുധമാക്കുകയാണ് ചെയ്യുന്നത് CPM. അദ്ദേഹത്തിന്റെ മികച്ച പാർലമെന്ററി മികവിനെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഈ ട്രോൾ ഏറ്റുവാങ്ങാനുള്ള കാരണമായി മാറും. കാരണം അങ്ങോട്ട് കളിയാക്കുമ്പോൾ തിരിച്ചിങ്ങോട്ട് കളിയാക്കും. അതാണൊരു പ്രശ്നം ശ്രീ റെജി ലൂക്കോസ്. അവിടെ ഒരു പരസ്പര ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നില്ല. അതിനകത്തൊരു വിഷയമുണ്ട്. NK പ്രേമചന്ദ്രന്റെ ഇംഗ്ലീഷ് ഭാഷയെ ആരും കളിയാക്കിയിട്ടില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അല്ല, നന്നായിട്ട് സംസാരിക്കും. അദ്ദേഹം അത് ആർജിച്ചെടുത്തതാണ്. മികച്ച പാർലമെന്റേറിയനായി അദ്ദേഹം വളർന്നു വന്നതാണ്. അതാണ് ഇവിടെ ഷാബു പറഞ്ഞതും. ഇദ്ദേഹം ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് ഡൽഹിയിലാണ്. അത് MP എന്ന രീതിയിൽ തന്നെയല്ല, ദേശീയ നേതാവ് എന്ന രീതിയിലാണ് DYFയുടെ. അപ്പോഴും അത് പഠിക്കാൻ അദ്ദേഹം ഉപയോഗിക്കുന്നില്ല എന്നാണ്. അതും ഈ ട്രോൾ വരാൻ കാരണമാകുന്നു എന്നാണ്. അങ്ങനെയുണ്ട് കേട്ടോ. മറിച്ച് എതിർവശങ്ങൾ പ്രേമചന്ദ്രനെ കളിയാക്കുന്നു. മോദിയുമായിട്ട് സൗഹൃദമാണ്, BJPയുമായി രഹസ്യ അജണ്ടയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ പാർലമെന്ററി മികവിനെ നിങ്ങൾ അംഗീകരിക്കുന്നുമില്ല. അതിനൊരു വണ്ടർഫുൾ ഉദാഹരണം പറയാം. എന്റെ തന്നെ ഉദാഹരണം പറയാം. 2013 ഡിസംബർ എൻഡിൽ ഈ ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ പ്രവാസ് ഭാരതീയ പരിപാടിയുടെ ഡെലിഗേറ്റ് ആയിരുന്നു ഞാൻ. അന്ന് സത്യം പറഞ്ഞാൽ എന്റെ കഴിവുണ്ടോ അല്ലെ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ മോദിജിയുടെ VVIP റൂമിൽ അദ്ദേഹം അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ആ റൂമിൽ പോയി ഞാൻ അദ്ദേഹവുമായിട്ട് സംവാദിച്ചു. അതൊരു ഇന്റർവ്യൂയിലേക്ക് മാറി. എനിക്ക് ഹിന്ദി അറിയത്തില്ല, സത്യം പറയാം, മനസ്സിലാവുന്ന മാത്രമേ. ഞാൻ അദ്ദേഹത്തിനോട് ആദ്യം ചോദിച്ചു, സർ ക്യാൻ ഐ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്? നോ പ്രോബ്ലം എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹമായിട്ട് 26 മിനിറ്റ് സംവാദിച്ചു. അത് വലിയ വാർത്തയായിരുന്നത്. അദ്ദേഹമായിട്ട് സംസാരിച്ചതിരുന്നതും എനിക്ക് ഒരു കാര്യം മനസ്സിലായി, അദ്ദേഹത്തിന് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാമായിരുന്നു, പലരും കളിയാക്കുന്നുണ്ട്. ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ച് എനിക്ക് ഹിന്ദി അറിയത്തില്ല. ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് 26 മിനിറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ആ സമയം മുഴുവൻ എന്റെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഇംഗ്ലീഷ് തന്നെ മറുപടി പറഞ്ഞു. ഞാൻ കേരളത്തിൽ നിന്ന് വരുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചില സ്ഥലങ്ങളെ കുറിച്ച് ഇങ്ങോട്ട് പറഞ്ഞു. അദ്ദേഹം ഞങ്ങളുടെ എതിരാണ്, ഞാൻ അദ്ദേഹത്തിന് എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഇവിടെ ഇരുന്ന് പലരും ട്രോൾ ചെയ്യുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇവരൊക്കെ എത്ര മണ്ടന്മാരാന്നുള്ളവരോ, എത്ര വിഡ്ഢികളാണ് ഇവര്. ഒരു മനുഷ്യന്റെ ഹിന്ദിയല്ല, മനുഷ്യനുമായിട്ട് സംവാദിക്കുന്നത്. ഇനി ഒന്നുകൂടെ പറയാം, ഈ ബാംഗ്ലൂർ ആ കുഴിയൊഴിച്ച സ്ഥലത്ത് റഹീം ചെന്ന് ഇടപെട്ടപ്പോഴാണല്ലോ ഇത് മുഴുവൻ ചർച്ച ചെയ്തത്. ഈ ലീഗുകാരോടെ പോയി ഈ പാവങ്ങളെ ഇറക്കി വിട്ടതിന് പിന്തുണ കൊടുക്കുകയല്ലേ ചെയ്തേ? ഇവര് മനുഷ്യനാണോ ഇവര്? പിന്നെ എങ്ങനെ ഇവർക്ക് UP-യിലെ യോഗി ആദിത്യനാഥ് സർക്കാരിനെ ഇവർക്ക് എതിർക്കാൻ പറ്റും? ഇവിടെ ഹരിയാന പോയിട്ടില്ല എന്ന് പറഞ്ഞു റഹീം. റഹീം പോയി, അവരുമായിട്ട് സംവാദിച്ചു. അത് വാർത്തയുണ്ടായിരുന്നു, അദ്ദേഹം ഇന്നത് പറയുകയും ചെയ്തു. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, കോൺഗ്രസിന്റെ ഘടകകക്ഷിയായതുകൊണ്ട് മനുഷ്യനുമായിട്ട് ചേർത്ത് പിടിക്കുന്നതിനെ അധിക്ഷേപിക്കുന്നത് സംസ്കാര ശൂന്യതയും മനുഷ്യത്വമാണ്. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. ശരി ഷാക്കിർ, ഈ എയറിലാണ് റഹീം എന്നൊക്കെ പറയുന്നത് അധിക്ഷേപമാണെന്നാണ്. ഈ മുഴുവൻ സമയവും അദ്ദേഹം എയറിലാണെന്ന് താങ്കൾ ഒരു പരാമർശം നടത്തിയല്ലോ. എയറിലല്ല, കുറച്ചുകൂടി അപ്പുറത്താണ്, ബഹിരാകാശത്താണ്. അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പല്ലേ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വ്യക്തിപരമായിട്ടുള്ള പരിഹാസത്തിന് നമ്മളില്ല. പക്ഷെ റെജി പറഞ്ഞ ചില സംഗതികൾ പ്രിയപ്പെട്ട റെജിയോട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ പറഞ്ഞ ഹരിയാന നൂഹിൽ നിങ്ങളുടെ സംഘം പോയി എവിടെ എത്തി എന്ന് നോക്കുക. ഞാനിത് ചർച്ച കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ചിത്രം തരാം. ഞങ്ങൾ പോയി, ഞാൻ ഉൾപ്പെടെയുള്ള യൂത്ത് ലീഗിൻ്റെ ദേശീയ നേതാക്കന്മാർ, മുസ്ലിം ലീഗിൻ്റെ ദേശീയ നേതാക്കന്മാർ പോയി നൂഹിലെ ഇരകളെ നേരിട്ട് കണ്ടു. നിങ്ങളുടെ ആളുകളുടെ പോലീസ് തടഞ്ഞ് തിരിച്ചു പോന്നു. പ്രധാന കോൺഗ്രസ് നേതാക്കളൊക്കെ തടഞ്ഞു അവർ തിരിച്ചു പോന്ന. ഞങ്ങൾ അതേ ദിവസം ഇരകളെ കണ്ടു, അവർ സമാശ്വാസം നൽകി. ഞാൻ പറയല്ലേ അതല്ല, ഞാൻ പറയേണ്ടതല്ല. ഞങ്ങൾ ഈ പറയപ്പെട്ട അല്ല റെജു, ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞെന്താ അറിയോ, ഞങ്ങൾ ഈ പോയ 16-17 സംസ്ഥാനങ്ങളിൽ ഈ DYFയുടെ CPMന്റെ ആളുകൾ പോയിട്ടില്ല. നിങ്ങൾ 2-3 സ്ഥലങ്ങളിൽ കപ്പലിൽ പോയി വന്ന പോലെ നിങ്ങൾ ബാംഗ്ലൂരിൽ പോയി നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് നോക്ക്, അല്ല ഒരു മിനിറ്റ് മഞ്ജുഷ, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഇപ്പൊ റെജി പറഞ്ഞില്ലേ മുസ്ലിം ലീഗ് റഹീമും ജലീലും പോയിട്ടാണല്ലോ ഈ വിഷയം ഇങ്ങനെ ലൈവാക്കി. നിങ്ങൾ